പ്രിയപ്പെട്ട 5ാം ക്ലാസ്സിലെ കുട്ടികളെ, ഫിഖ്ഹ് പരീക്ഷ 20-ാം തീയതി തിങ്കളാഴ്ചയാണ് 5ാം ക്ലാസ്സുകാർക്ക്. ഫിഖ്ഹിൽ 6 പാഠങ്ങളാണ് പരീക്ഷയ്ക്കുള്ളത്. അപ്പോൾ നമ്മൾ അതിൻ്റെ റിവിഷനാണ് നോക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ പാഠം അൽ അഹ്കാമു ദീനിയ, അതായത് ഇപ്പോൾ നമ്മൾ നിസ്കാരം നിർബന്ധമാണെന്ന് പറയാറുണ്ട്. അതുപോലെ മദ്യപിക്കാൻ പാടില്ല, അത് ഹറാമാണ്, കുറ്റം കിട്ടും നമ്മൾ പറയാറുണ്ട്. അങ്ങനെ ഇസ്ലാമിൽ പല വിധികളുണ്ട്. ആ വിധികൾ എന്ന് പറഞ്ഞാൽ 5 എണ്ണമാണ്. ആ വിധികൾ ഏതെല്ലാം, അതിൻ്റെ ഉദാഹരണം, അതാണ് ഈ പാഠത്തിൽ പഠിക്കുന്നത്. സമ്പൂർണവും പരിശുദ്ധവുമായ ഇസ്ലാമിക ശരീഅത്തിൻ്റെ വിധികൾക്കാണ് അൽ അഹ്കാമു ദീനിയ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു ചോദ്യം, എന്താണ് അൽ അഹ്കാമു ദീനിയ? അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, എന്നാലും ഓർത്തു വെക്കുക. സമ്പൂർണവും പരിശുദ്ധവുമായ ഇസ്ലാമിക ശരീഅത്തിൻ്റെ വിധികൾക്കാണ് അഹ്കാമു ദീനിയ എന്ന് പറയുന്നത്. അതെത്രയാണ്? 5 അപ്പോൾ നിർബന്ധമായ കാര്യത്തിന് നമ്മൾ അറബിയിൽ പറയാം വാജിബ് എന്നാണ്. വാജിബിൻ്റെ മറ്റൊരു പേരാണ് ഫർള്. അപ്പോൾ വാജിബ് പറഞ്ഞാലും ഫർള് പറഞ്ഞാലും രണ്ടും ഒന്ന് തന്നെ. എന്താണ് വാജിബ് പറഞ്ഞാൽ? എന്താണ് ശരിക്കും? ചെയ്താൽ കൂലി ഉണ്ടാവും, ഉപേക്ഷിച്ചാലോ ശിക്ഷ ഉണ്ടാവും. അപ്പോൾ ഒഴിവാക്കാൻ പറ്റൂല. ചെയ്താൽ കൂലി കിട്ടും, അല്ലാഹു നമുക്ക് കൂലി തരും. അതിന് പുറമെ അത് ഒഴിവാക്കിയാലോ കുറ്റവും കിട്ടും, ശിക്ഷ കിട്ടും. അപ്പം ചെയ്താൽ കൂലിയുള്ളതും ഉപേക്ഷിച്ചാൽ ശിക്ഷയുമുള്ളതാണ് എന്ത്? വാജിബ്. ഇനി ഫർള് തന്നെ നമുക്ക് 2 വിധമുണ്ട്. ഫർളുൽ ഐൻ, ഫർളുൽ കിഫായ. ഫർളുൽ ഐൻ എന്ന് പറഞ്ഞാൽ ഓരോ വ്യക്തിക്കും നിർബന്ധമായത്. അപ്പോൾ ഓരോ വ്യക്തിയും അത് ചെയ്യേണ്ടി വരും. അതെന്താ അങ്ങനത്തെ കാര്യം? 5 വക്ത് നിസ്കാരം, അതിപ്പോൾ എല്ലാവരും ചെയ്യണം, ഒരാൾ ഒഴിവാകൂല, എല്ലാവരും ചെയ്യണം. അതുപോലെ റമളാനിലെ നോമ്പ് ഓരോരുത്തരും അവനവന് ചെയ്യണം. എന്നാൽ ഫർള് കിഫായ പറഞ്ഞാൽ അങ്ങനല്ല, സമൂഹത്തിൽ ഒരാൾ ചെയ്താൽ മതിയാകും. ഇവിടെ ഓരോ വ്യക്തിക്കും നിർബന്ധം, മറ്റടുത്ത് സമൂഹത്തിൽ ഒരാൾ ചെയ്താൽ മതിയാകും. ആരും ചെയ്തില്ലെങ്കിൽ എല്ലാവരും കുറ്റക്കാരാവും. അതിൻ്റെ പേരെന്താ? ഫർളുൽ കിഫായ. ഉദാഹരണം മയ്യത്ത് നിസ്കാരം. മയ്യത്ത് നിസ്കാരം എല്ലാവരും ചെയ്യണം എന്നില്ല. ഒരാൾ മരിച്ചാൽ എല്ലാവരും മയ്യത്ത് നിസ്കരിക്കണം എന്നുണ്ടോ? വേണ്ട. ആരെങ്കിലും ഒരാൾ നിസ്കരിച്ചാൽ എന്താവും? എല്ലാവരും കുറ്റത്തുനിന്ന് ഒഴിവാകും. ഒരു നാട്ടിൽ ഒരാൾ മരിച്ചിട്ട് ആരും നിസ്കരിച്ചിട്ടില്ല, എന്നാൽ എല്ലാവരും കുറ്റക്കാരാവും ചെയ്യും. അപ്പോൾ സമൂഹത്തിൽ ഒരാൾ ചെയ്താൽ മതിയാകും, ആരും ചെയ്തില്ലെങ്കിൽ എല്ലാവരും കുറ്റക്കാരാവും. അതാണ് ഫർളുൽ കിഫായ. ഇതിവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത്, ഇതിൻ്റെ ഉദാഹരണം പഠിക്കേണ്ടത്. ഫർള് കിഫായക്ക് ഉദാഹരണം മയ്യത്ത് നിസ്കാരം, അല്ലെങ്കിൽ മയ്യത്ത് നിസ്കാരം എന്തിന് ഉദാഹരണമാണ്? ഫർള് കിഫായ. തിരിച്ചും മറിച്ചും പഠിക്കുക. അതുപോലെ ഫർള് അതിന് ഉദാഹരണം നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അത് അധികവും ഫർള് അതിനായിരിക്കും. നിസ്കാരം, നോമ്പ്, ഹജ്ജ്, സക്കാത്ത്, ഇതൊക്കെ അങ്ങനെ തന്നെ. അപ്പോൾ ഓരോ വ്യക്തിക്കും നിർബന്ധമാകുന്നതാണ് 5 വക്ത് നിസ്കാരം. ഇനി ഹറാമായ കാര്യം എന്ന് പറഞ്ഞാൽ എന്താ? ഹറാം പറഞ്ഞാൽ പാടില്ലാത്തതാണ്, ചെയ്താൽ കുറ്റം കിട്ടും നമുക്കറിയാം. അപ്പോൾ ചെയ്താൽ ശിക്ഷയുള്ളത്, ഒഴിവാക്കിയാൽ കൂലിയുണ്ട്, അതാണ് ഹറാം. നമ്മളിപ്പോൾ മദ്യപിക്കാതിരിക്കുകയാണെങ്കിൽ, മയക്കുമരുന്ന് ഉപയോഗിക്കാതിരിക്കുകയാണെങ്കിൽ അതിന് അള്ളാഹു നമുക്ക് കൂലി തരും. ചെയ്താൽ ശിക്ഷയുണ്ടെന്ന് മാത്രമല്ല, ഒഴിവാക്കിയാൽ അള്ളാഹു നമുക്ക് കൂലി തരും. അതാണ് ഹറാം. ചെയ്താൽ ശിക്ഷയുള്ളതും ഒഴിവാക്കിയാൽ കൂലിയുള്ളതുമാണ്. ഉദാഹരണം മദ്യപാനം, കളവ് പറയൽ. അപ്പോൾ ഒരാൾ കളവ് പറയാതിരുന്നാൽ അള്ളാഹു നമുക്ക് ഇങ്ങനെ കൂലി തരികയാണ്. അപ്പോൾ നമ്മൾ ഒരു ദിവസം ഒറ്റ കളവും പറഞ്ഞിട്ടില്ല, അപ്പോൾ അതിന് അള്ളാഹു നമുക്ക് കൂലി തരും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം എന്താ ഹറാം? ചെയ്താൽ ശിക്ഷയുണ്ട്, ഒഴിവാക്കിയാൽ കൂലിയുള്ളത്. മദ്യപാനം, കളവ് പറയും. ഉദാഹരണം ഓർത്ത് വെച്ചില്ലേ? അടുത്ത സുന്നത്തിന് ഉദാഹരണം. സുന്നത്തിന് ഉദാഹരണം എന്താണ്? ആദ്യ ഉദാഹരണം നമുക്ക് പഠിക്കാം. സുന്നത്ത് ഉദാഹരണം സലാം പറയൽ, മിസ്വാക്ക് ചെയ്യൽ. സലാം പറയൽ, മിസ്വാക്ക് ചെയ്യൽ. എന്താണ് സുന്നത്തിന്റെ മറ്റു പേരുകൾ? അത് പഠിച്ചു വെക്കാം. മന്ദൂബ്, മുസ്തഹബ്, നഫ്ല്, തതവ്വു. എത്ര പേരാ? 1, 2, 3, 4 പേരുണ്ട്. ഫർളിന് നമ്മൾ അവിടെ വാജിബ്, ഫർള് അങ്ങനെ പേരെ പഠിച്ചിട്ടുള്ളൂ. ഇവിടെ സുന്നത്തിന് 4 പേരുണ്ട്. മന്ദൂബ്, മുസ്തഹബ്, നഫ്ല്, തതവ്വു. ഇവിടെ 2 മീമോണ്ട് തുടങ്ങണതാണ്. മന്ദൂബ്, മുസ്തഹബ് 2 മീമോണ്ട് തുടങ്ങണതാണ്, ഓർത്ത് വെക്കുക. പിന്നെ നഫ്ല്, തതവ്വു, നൂന്, താ. ചെയ്താൽ കൂലിയുള്ളതും ഉപേക്ഷിച്ചാൽ ശിക്ഷ ഇല്ലാത്തതും. ചെയ്താൽ കൂലിയുണ്ട്, ഉപേക്ഷിച്ചാൽ ശിക്ഷയുണ്ട്. അതേതാ? വാജിബ്. എന്നാൽ ചെയ്താൽ കൂലിയുണ്ട്, ഉപേക്ഷിച്ചാൽ ശിക്ഷ ഇല്ലാത്തത്. അപ്പോൾ അതൊന്നും തമ്മിൽ ചെറിയ വ്യത്യാസമേ ഉള്ളൂ. ശിക്ഷ ഇല്ലാത്തതാണ് അവിടെ ശിക്ഷയുള്ളതാണ്. ശിക്ഷ ഇല്ലാത്തതാണെങ്കിൽ സുന്നത്ത്, ശിക്ഷ ഉള്ളതാണെങ്കിൽ വാജിബ്. പഠിച്ചല്ലോ സലാം പറയൽ, മിസ്വാക്ക്. അടുത്ത കറാഹത്ത്. ചെയ്താൽ ശിക്ഷ ഇല്ല, ഉപേക്ഷിച്ചാലോ കൂലിയുള്ളത്. ചെയ്താൽ ശിക്ഷ ഇല്ലാത്തതാണ്, ഉപേക്ഷിച്ചാൽ കൂലിയുള്ളത്. നമ്മൾ ചെയ്താൽ ശിക്ഷയുള്ളതാണ് ഹറാം പറഞ്ഞത് അല്ലേ, ഉപേക്ഷിച്ചാൽ കൂലിയുള്ളതും. എന്നാൽ ഇവിടെ ഉപേക്ഷിച്ചാൽ കൂലിയുണ്ട്, ചെയ്താൽ എന്തില്ല, ശിക്ഷയും ഇല്ല. അങ്ങനത്താണ് കറാഹത്ത്. ഉദാഹരണം എന്താ? വലതു, അത് നല്ല ഓർത്തു വെക്കുക, പരീക്ഷയ്ക്ക് വരാൻ സാധ്യത വളരെ കൂടുതലാണ്.
കാരണം കറാഹത്താണ് അധികം ആളുകൾക്കും പരീക്ഷയ്ക്ക് ആലോചിക്കുമ്പോൾ കിട്ടാത്തത്. വലതുഭാഗത്തേക്ക് തുപ്പല്, നിസ്കാരത്തിൽ തല തുറന്നിടല്. ഓർത്തു വെച്ചോ, കറാഹത്ത്. അതായത് ചെയ്താൽ ശിക്ഷ ഉണ്ടോ? ഇല്ല, ശിക്ഷ ഇല്ല. ഉപേക്ഷിച്ചാലോ? ഉപേക്ഷ കൂലിയുണ്ട്. അതാണ് എന്ത്? കറാഹത്ത്. എന്താണ്? വലതുഭാഗത്തേക്ക് തുപ്പല്, നിസ്കാരത്തിൽ തല തുറന്നിടൽ. പഠിച്ചില്ലേ? ഇനി ഹലാല്. അപ്പൊ 5 ഒന്ന് നമ്മൾ സാധാരണ പറയുന്ന വാജിബ്, മറ്റൊന്ന് എന്താണ്? ഹറാം. അത് രണ്ടും ഓപ്പോസിറ്റ് ആണല്ലോ അല്ലെ, വാജിബ് ഹറാം. പിന്നെ നമുക്ക് വരുന്നത് എന്താണ്? സുന്നത്ത്. പിന്നെ ഏതാ വരുന്നത്? കറാഹത്ത്. പിന്നെ ലാസ്റ്റത്താണ് ഹലാല്. ഇതിന് മുബാഹ് എന്നും പേരുണ്ട്. അപ്പോൾ വേറെ വേറെ എക്സ്ട്രാ പേരുകൾ ഇങ്ങനെ വരിക കേട്ടോ. ചെയ്താലും ഉപേക്ഷിച്ചാലും കൂലിയോ ശിക്ഷയോ ഇല്ലാത്തത്. അതാ, ചെയ്താൽ കൂലിയില്ല, ഒഴിവാക്കിയ ശിക്ഷയില്ല, അങ്ങനത്തെ കാര്യം. ചെയ്താലും ഉപേക്ഷിച്ചാലും കൂലിയോ ശിക്ഷയോ ഇല്ലാത്ത. ഉദാഹരണം, വില കൂടിയ ഭക്ഷണം കഴിക്കൽ. എന്നാൽ നല്ല ഫുഡ് കഴിക്കുക, നല്ല വില പിടിപ്പുള്ള ഫുഡ് കഴിക്കുക. വില കൂടിയ ചെരുപ്പ് ധരിക്കുക, ഈ വില കൂടിയ കാർ ഉപയോഗിക്കുക. അങ്ങനെ എന്തോ ആക്കാം, നിങ്ങൾക്ക് ഇഷ്ടം പോലെ ആക്കാം. അപ്പോൾ അതൊക്കെ എന്താണ്? ഹലാലായ സംഗതി. എന്താ ഹലാൽ എന്ന് പറഞ്ഞാൽ? ഹലാൽ എന്ന് പറഞ്ഞാൽ എന്താ? ചെയ്താലും ഉപേക്ഷിച്ചാലും കുറ്റവും ശിക്ഷയൊന്നും ഇല്ലാത്തത്, കൂലിയോ ശിക്ഷയൊന്നും ഇല്ലാത്തത്. പഠിച്ചില്ലേ? ഇനി ചോദ്യോത്തരങ്ങൾ നോക്കാം. ഏറ്റവും പ്രധാനം നമ്മൾ പറയുന്നത് പുതിയ പുസ്തകത്തിൽ ചോദ്യോത്തരങ്ങളാണ് പ്രധാനമായിട്ട് പഠിക്കേണ്ടത്. ഒന്നാമത്തെ ചോദ്യം, അൽ അഹ്കാമുദ്ദീനിയ എത്ര ഏവാം? അൽ അഹ്കാമുദ്ദീനിയ 5. ഏതൊക്കെയാണ്? വാജിബ്, കറാഹത്ത്, ഹറാമ്, സുന്നത്ത്, ഹലാല്. അടുത്ത് രണ്ടാമത്തെ ചോദ്യം, ഫർളുൽ ഐൻ എന്നാൽ എന്ത്? എന്താണ് ഫർളുൽ ഐൻ എന്ന് പറഞ്ഞാൽ? ഓരോ വ്യക്തിക്കും നിർബന്ധമായത്. അടുത്ത് ഫർളുൽ കിഫായ എന്നാൽ എന്ത്? എന്താണ്? സമൂഹത്തിലെ ഒരാൾ ചെയ്താൽ മതിയാകും, ആരും ചെയ്തില്ലെങ്കിൽ എല്ലാവരും. ഇത് ഫുൾ എഴുതണം കേട്ടോ, എന്നാലേ അതിൻ്റെ ഉത്തരാവുള്ളൂ. അടുത്തത് 4, ചെയ്താൽ ശിക്ഷ ലഭിക്കുന്നത് ഏതാണ്? ചെയ്താൽ ശിക്ഷ ലഭിക്കുന്ന ഏതാണ്? ഹറാം. അടുത്ത സുന്നത്ത് എന്നാൽ എന്ത്? സുന്നത്ത് എന്നാൽ എന്താ? ചെയ്താൽ കൂലിയുള്ളതും ഉപേക്ഷിച്ചാൽ ശിക്ഷയില്ലാത്തതും. അടുത്ത ഹലാലിന്റെ മറ്റൊരു പേരെന്ത്? മുബാഹ്. വാജിബിന്റെ നിർവചനം എന്ത്? എന്താണ് വാജിബ് എന്ന് പറഞ്ഞാൽ? ചെയ്താൽ കൂലിയുള്ളതും ഉപേക്ഷിച്ചാൽ ശിക്ഷയുള്ളതും. അടുത്തത് അടുത്ത പാഠം. അടുത്ത പാഠമല്ല, ഇവിടെ കുറച്ചും കൂടി ഉണ്ട്. ഫർളുൽ ഐൻ. അപ്പോൾ ഉദാഹരണം ശരിക്കും പഠിച്ചോ. സലാം പറയൽ എന്താണ്? സുന്നത്താണ് അല്ലേ? അവിടെ നമ്പർ ഇട്ടാൽ മതി. അടുത്ത് കറാഹത്ത്. ഏതാ കറാഹത്ത്? കറാഹത്ത് ഏതാണ്? വലതുവശത്തേക്ക് തുപ്പൽ. അടുത്ത ഹലാൽ ഏതാ? വില കൂടിയ ചെരുപ്പ് ധരിക്കൽ. അപ്പൊ ഇതെന്തായാലും പരീക്ഷയ്ക്ക് വരട്ടെ. ഈ അതായത് ഉദാഹരണങ്ങൾ വെച്ചുള്ള ചോദ്യം എന്തായാലും വരും. ഹറാമ്, മദ്യപാനം. ഇവിടെ മദ്യപാനം. പിന്നെ ഫർളുൽ ഐൻ ഏതാണ്? റമദാനിലെ നോമ്പ്. ഫർളുൽ കിഫായ ഏതാ? മയ്യത്ത് നിസ്കാരം. മനസ്സിലായില്ലെല്ലാം. നമ്മൾ അഹമ്മിയത്തു സ്വലാത്ത്, നിസ്കാരത്തിന്റെ പ്രാധാന്യം എന്നുള്ളതിലേക്ക് പോവുകയാണ്. ഇവിടെ നമ്മൾ പണ്ട് മുതലേ പഠിക്കുന്ന ഒരു കാര്യമുണ്ട്. പ്രായപൂർത്തിയും. ആർക്കാണ് നിസ്കാരം നിർബന്ധം? അതാണ് പ്രായപൂർത്തിയും ശുദ്ധിയുമുള്ള എല്ലാ മുസ്ലിമിനും ബുദ്ധി നിലനിൽക്കുന്ന കാലത്തോളം. പഠിച്ചില്ലേ? പ്രായപൂർത്തിയും ബുദ്ധിയും ശുദ്ധിയും എന്നാണ് നമ്മൾ സാധാരണ പണ്ട് പഠിച്ചത്. ഇവിടെ അങ്ങനെയല്ല. പ്രായപൂർത്തിയും ശുദ്ധിയുമുള്ള എല്ലാ മുസ്ലിമിനും ബുദ്ധി നിലനിൽക്കുന്ന കാലത്തോളം നിസ്കരിക്കൽ വാജിബാണ്. പിന്നെ സമയമായാൽ ഉടനെ നിസ്കരിക്കണം, അല്ലെങ്കിൽ സമയം കഴിയും മുമ്പ് നിസ്കരിക്കുമെന്ന് ഉറപ്പിച്ച് കരുതണം. 2 കാര്യമുള്ളൂ. ഒന്നിന് സമയമായോ ഉടനെ നിസ്കരിക്കുക, സമയമായോ അപ്പം നിസ്കരിക്കുക, അല്ലെങ്കിൽ സമയം കഴിയും മുമ്പ് നിസ്കരിക്കുമെന്ന് ഉറപ്പിച്ച് കരുതുക. ഇവ 2 പാലിച്ചില്ലെങ്കിൽ കാരണമുണ്ടായിട്ട് നിസ്കാരം നഷ്ടപ്പെട്ടാലും അവൻ കുറ്റക്കാരനാകും. ഏത് 2? കാരണമുണ്ടായിട്ടാണ് നിസ്കാരം നഷ്ടപ്പെട്ടത് എങ്കിലും കുറ്റക്കാരനാകും. എപ്പോൾ? 2 നിയമം പാലിച്ചിട്ടില്ല. എന്താണ് നിയമം? സമയമായാൽ ഉടനെ നിസ്കരിക്കുക, അല്ലെങ്കിൽ സമയം കഴിയും മുമ്പ് നിസ്കരിക്കുമെന്ന് ഉറപ്പിച്ചു കരുതുക. അടുത്തത് നിസ്കരിക്കുന്നതിന് തടസ്സങ്ങൾ ഉണ്ടായാൽ ചെയ്യേണ്ടവ. എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ഉണ്ടായാൽ ആ നിസ്കാരം ഖളാ വീട്ടൽ നിർബന്ധമാണ്. ചുരുങ്ങിയ രൂപത്തിൽ നിസ്കരിക്കാൻ സമയം ലഭിച്ച ശേഷം. എന്തൊക്കെ? ഭ്രാന്ത്, ബോധക്ഷയം, ഹൈദ്, നിഫാസ് തുടങ്ങിയ തടസ്സങ്ങൾ. അപ്പൊ നിസ്കാരത്തിന്റെ തടസ്സങ്ങൾക്ക് ഉദാഹരണം ഓർത്തു വെക്കുക. ഭ്രാന്തായി നിസ്കരിക്കാൻ പറ്റുമോ? പറ്റൂല. ബോധക്ഷയം, ബോധം പോയി. ഹയല് വന്നു, നിഫാസ് വന്നു. ഇത് 2 പെണ്ണുങ്ങൾക്കാണ് ഉണ്ടാവുക, ഹയലും നിഫാസും. അപ്പൊ അത് ഓർത്തു വെക്കുക. പെണ്ണുങ്ങൾക്കുള്ള 2 കാര്യം ഓർത്തു വെക്കുക, ഹയല്, നിഫാസ്. ബാക്കി നമുക്ക് ആലോചിച്ചാൽ മതി. ഭ്രാന്ത്, ബോധക്ഷയം, ഇതാണ് നിസ്കാരത്തിന്റെ തടസ്സങ്ങൾ. ഇതുണ്ടായാൽ നിസ്കാരം ഖളാ വീട്ടൽ എന്താണ്? നിർബന്ധമാണ്. എപ്പോ? ചുരുങ്ങിയ രൂപത്തിൽ നിസ്കരിക്കാൻ സമയം ലഭിച്ചാൽ. അതായത് ബാങ്ക് കൊടുത്തു, അങ്ങനെ ഒരു 2 മിനിറ്റ് 3 മിനിറ്റ് നമുക്ക് നിസ്കരിക്കാനുള്ള സമയം കിട്ടി, നമ്മൾ നിസ്കരിച്ചിട്ടില്ല, അപ്പോഴേക്ക് നമുക്ക് ഭ്രാന്തായി. എന്നാൽ എന്ത് ചെയ്യേണ്ടി വരും? ഭ്രാന്ത് ശരിയായതിനു ശേഷം നമ്മൾ വീണ്ടും നിസ്കരിക്കേണ്ടി, ആ നിസ്കാരം ഖളാ കൂട്ടണം. അടുത്ത തടസ്സങ്ങൾ നീങ്ങിയാൽ ചെയ്യേണ്ടത് എന്തൊക്കെയാണ്? ഒരു തക്ബീറിനുള്ള സമയം മാത്രം ബാക്കിയായിരിക്കെ തടസ്സങ്ങൾ നീങ്ങുകയോ ഒരാൾ മുസ്ലിം ആവുകയോ ചെയ്താൽ ആ നിസ്കാരവും അതിനു മുമ്പുള്ള നിസ്കാരം ഇതോടൊപ്പം ജംആക്കപ്പെടുന്നതാണെങ്കിൽ അത് നിസ്കരിക്കലും വാജിബാണ്. പറഞ്ഞ മനസ്സിലായില്ലല്ലോ? അതായത്
ഒരാൾ ളുഹുർ നിസ്കരിക്കുന്ന സമയത്ത് ളുഹുറിൻ്റെ സമയത്ത് എന്ത് ചെയ്തു, അസർ ബാങ്ക് കൊടുക്കാനായിട്ടുണ്ട്. ആ സമയത്താണ് ഒരാൾക്ക് എന്ത് ചെയ്തത്, ഒരു പെണ്ണിനിക്ക് ഹൈദ് സ്റ്റോപ്പായി. അങ്ങനെ പെണ്ണ് കുളിച്ചു. അങ്ങനെ അസർ ബാങ്ക് കൊടുക്കാൻ സമയമുണ്ട്. ആ സമയത്ത് ഈ പെണ്ണിനിക്ക് ളുഹുർ നിസ്കരിക്കണ്ടേ? വേണം, ളുഹുർ നിസ്കരിക്കണം. അതോടൊപ്പം ആ നിസ്കാരത്തിലേക്ക് ആക്കാൻ പറ്റുന്ന നിസ്കാരം ഉണ്ടെങ്കിൽ അതും നിസ്കരിക്കണം, ഖളാ കൂട്ടണം. അപ്പോൾ അതോടൊപ്പം ളുഹുറിനൊപ്പം ആക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ ളുഹുറും അസറും ഒരുമിച്ച് നിസ്കരിക്കാം. പക്ഷെ ളുഹുറും സുബഹി നിസ്കരിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ളുഹുറിൻ്റെ അവസാന സമയത്ത് ഇങ്ങനെ ശുദ്ധിയായി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യേണ്ട, സുബഹി നിസ്കരിക്കണ്ട. ഇനി നേരെ തിരിച്ച് വേറൊരു ഉദാഹരണം പറയാം. അസർ നിസ്കാരത്തിൻ്റെ അവസാനം മഗ്‌രിബ് ബാങ്ക് കൊടുക്കുന്നതിന് തൊട്ട് മുമ്പ് എന്തായി, ഹൈദ് സ്റ്റോപ്പായി. എന്നാൽ എന്ത് ചെയ്യണം? മഗ്‌രിബും അസർ മാത്രം നിസ്കരിച്ചാൽ പോരാ, പിന്നെ എന്ത് ചെയ്യണം? ളുഹുർ നിസ്കരിക്കണം. അതാണ് ഇവിടെ പറഞ്ഞത്. ആ നിസ്കാരവും അതിന് മുമ്പുള്ള നിസ്കാരം ഇതോടൊപ്പം ആക്കപ്പെടുന്നതാണെങ്കിൽ അതും നിസ്കരിക്കൽ വാജിബാണ്. അപ്പോൾ ഏത് സമയത്താണോ തടസ്സം നീങ്ങുന്ന ആ നിസ്കാരവും അതിന് മുമ്പുള്ള നിസ്കാരം ഏതാ നോക്കുക. ളുഹുർ അസറിനാണെങ്കിൽ ളുഹുർ പറ്റും, ളുഹുർ ആക്കാൻ പറ്റും. ഇനി ഇഷായിനാണെങ്കിൽ മഗ്‌രിബ് ആക്കാൻ പറ്റും. അപ്പോൾ സുബഹി ആകുന്നതിന് തൊട്ട് മുമ്പാണ് ശരിയാകുന്നതെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും? ഇഷാവും മഗ്‌രിബ് നിസ്കരിക്കേണ്ടി വരും. ഇനി ഇവിടെ നോക്കാം, നഷ്ടപ്പെട്ട നിസ്കാരം ഖളാ കൂട്ടണം. കാരണമില്ലാതെ നഷ്ടപ്പെട്ട നിസ്കാരം ഉടനെ ഖളാ കൂട്ടലും ആസന്നമായ നിസ്കാരം ഖളാ ആകില്ലെങ്കിൽ അതിനേക്കാൾ മുന്തിക്കൽ നിർബന്ധമാണ്. രണ്ട് കാര്യം ഇവിടെ പറഞ്ഞത്. നഷ്ടപ്പെട്ട നിസ്കാരം ഖളാ കൂട്ടണം, അത് ഉറപ്പാണ്. അതിന് കാരണമുള്ളതും ഉണ്ടാവും, കാരണമില്ലാത്തതുണ്ടാവും. കാരണമില്ലാതെ നഷ്ടപ്പെട്ട നിസ്കാരം ഉടനെ ഖളാ കൂട്ടണം. പഠിച്ചില്ലേ? കാരണമില്ലാതെ നഷ്ടപ്പെട്ട നിസ്കാരം ഉടനെ ഖളാ കൂട്ടണം. ആസന്നമായ എന്ന് പറഞ്ഞാൽ പ്രസന്റായ നിസ്കാരം ഖളാ ആകില്ല. നമ്മൾ നഷ്ടപ്പെട്ട നിസ്കാരം വിട്ടുമ്പോഴേക്ക് അടുത്ത ബാങ്ക് കൊടുക്കും. ഈ നിസ്കാരം കൂടി ഖളാ ആവുമെങ്കിൽ എന്ത് ചെയ്യും? ഈ നിസ്കാരം ആദ്യം നിസ്കരിക്കണം. ഇല്ലെങ്കിൽ എന്ത് ചെയ്യുക? നമ്മൾ പണ്ട് നഷ്ടപ്പെട്ടു പോയ നിസ്കാരം നിസ്കരിച്ചിട്ട് പിന്നെ ഇപ്പോഴത്തെ നിസ്കാരം നിസ്കരിച്ചു. അതാണ് പറയുന്നത്. ആസന്നമായ പ്രസന്റായ നിസ്കാരം ഖളാ ആകില്ലെങ്കിൽ അതിനേക്കാൾ മുന്തിക്കൽ നിർബന്ധമാണ്. അടുത്ത് നമുക്ക് ചോദ്യത്തിന് നന്നായി നോക്കാം. അവിടെ നിന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അനിവാര്യമായ ഭക്ഷണം, ഉറക്കം, ജോലി പോലെയുള്ള അല്ലാത്ത മുഴുവൻ സമയവും നഷ്ടപ്പെട്ട നിസ്കാരം ഖളാ വീട്ടാൻ ഉപയോഗിക്കണം. അപ്പോൾ നമ്മൾ കാരണമില്ലാതെ നഷ്ടപ്പെട്ട നിസ്കാരമാണെങ്കിൽ എന്ത് ചെയ്യണം? എല്ലാ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് എത്രയും പെട്ടെന്ന് നമ്മൾ സമയം നിസ്കാരത്തിലേക്ക് വേണ്ടി ചെലവാക്കണം. ഒന്നാമത് മഹത്തായ ശാരീരിക ഇബാദത്താണ് ഏത്? നിസ്കാരം. ഉറക്കം കാരണം നിസ്കാരം നഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യണം? ഉത്തരം എന്താ? ഖളാ കൂട്ടണം. ഉറക്കത്തിനെ പറ്റി ഇവിടെ പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ നഷ്ടപ്പെട്ട നിസ്കാരം ഖളാ കൂട്ടണം എന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട് അല്ലേ? നഷ്ടപ്പെട്ട നിസ്കാരം ഖളാ കൂട്ടണം. അപ്പോൾ ഉറക്കം കാരണം നഷ്ടപ്പെട്ട നിസ്കാരം ഖളാ കൂട്ടണം. തക്ബീറിനുള്ള സമയം മാത്രം ബാക്കിയുള്ളപ്പോൾ ഒരാൾക്ക് ബോധം തെളിഞ്ഞാൽ ഏതെല്ലാം നിസ്കാരം ഖളാ കൂട്ടണം? ആ നിസ്കാരവും അതിൻ്റെ മുമ്പുള്ള ആക്കാൻ പറ്റുന്ന നിസ്കാരവും ഖളാ കൂട്ടണം. അതാണ് അവിടെ പഠിക്കേണ്ടത് കേട്ടോ. ആ നിസ്കാരവും അതിന് മുമ്പുള്ള നിസ്കാരം ഇതോടൊപ്പം ആക്കപ്പെടുന്നതാണെങ്കിൽ അതും നിസ്കരിക്കണം. അടുത്തത് ശരിയും തെറ്റെടുക്കാൻ. ഇങ്ങനത്തെ ഒരു ചോദ്യം എന്തായാലും പരീക്ഷയ്ക്ക് വരും. ശരിയും തെറ്റിടാൻ, അതുപോലെ തെറ്റ് ശരിയാക്കാൻ, ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ മോഡേൺ നമ്മളെ പുതിയ പുസ്തകത്തിന് വരുന്നുണ്ട് ചോദ്യം. മറന്നുകൊണ്ട് നിസ്കാരം നഷ്ടപ്പെട്ടാൽ ഖളാ വീട്ടൽ നിർബന്ധം ഇല്ല. ശരിയാണോ? അല്ല, തെറ്റാണ് അല്ലേ? മറന്നുകൊണ്ട് നിസ്കാരം നഷ്ടപ്പെട്ടാലും നിസ്കാരം ഖളാ വീട്ടണം. അടുത്ത മുക്കല്ലഫായ രോഗിക്ക് നിസ്കാരം ഒഴിവാക്കാം. രോഗിക്ക് നിസ്കാരം ഒഴിവാക്കാൻ പറ്റുമോ? ഇല്ല. രോഗിയാണെങ്കിലും എന്ത് ചെയ്യണം? നിസ്കരിക്കണം. മുക്കല്ലഫ് പറഞ്ഞാൽ എന്താ? പ്രായപൂർത്തിയും ബുദ്ധിയും ശുദ്ധിയുള്ള ആളല്ലേ? അപ്പോൾ അയാൾക്ക് പ്രായപൂർത്തിയും ബുദ്ധിയുള്ള ആളാണ് മുക്കല്ലഫ്. അപ്പോൾ അയാൾ എന്ത് ചെയ്യണം? അയാൾ നിസ്കാരം ഒഴിവാക്കാൻ പറ്റൂല. രോഗിയാണെങ്കിൽ നിസ്കാരം ഒഴിവാക്കാൻ പറ്റുമോ? ഇല്ല. ചുരുങ്ങിയ നിലയിൽ നിസ്കരിക്കാനുള്ള സമയം ലഭിച്ച ശേഷം ഹൈളുണ്ടായാൽ ആ നിസ്കാരം ഖളാ വീട്ടണം. അത് ശരി തന്നെ. കാരണം ഇല്ലാതെ നിസ്കാരം നഷ്ടപ്പെട്ടാൽ ഉടനെ തന്നെ ഖളാ വീട്ടണം. അതും ശരി തന്നെ. അപ്പോൾ ഈ രണ്ട് പാഠം കഴിഞ്ഞു. ഇനി നമുക്ക് സമയം ദീർഘിക്കും. അതുകൊണ്ട് നമ്മൾ അടുത്ത പാഠം അടുത്ത വീഡിയോയിൽ ഇൻഷാ അല്ലാഹ്.